തുടരുകയാണ്. ED ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കേസിൽ മുംബൈ കമ്പനിയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കൈക്കൂലി വാങ്ങിയ പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടിയതായാണ് വിവരം. പരാതിക്കാരന്റെ പശ്ചാത്തലം പറഞ്ഞുള്ള ED വിശദീകരണത്തിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. ഇപ്പോൾ വിജിലൻസ് SP യുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. കാരണം ഇവർക്ക് കിട്ടേണ്ട വരുമാനത്തിൽ കൂടുതലായിട്ടുള്ള അസറ്റുകൾ ഇവർ വാങ്ങിക്കൂട്ടിയിട്ടില്ലേ? അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരികയുള്ളൂ. കാരണം എന്തായാലും ഞങ്ങൾ ആ ഭാഗം കൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പ്രാഥമികമായി ബോധ്യമാവുന്നില്ല. ആ ഭാഗം പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്ത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ഏതാണ് ഈ മുംബൈ കമ്പനി? എന്താണ് മുംബൈ കമ്പനിക്ക് ഈ കേസിലെ ബന്ധം? ബോറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പേരിലുള്ള മുംബൈ താനെ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനാണ് ഈ പരാതിക്കാരോട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 2 പ്രതികൾ പറഞ്ഞിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ അന്വേഷണം. അതിൽ പ്രധാനമായും ഈ കമ്പനിയുടെ ചുമതലപ്പെട്ടവർ ആര്, അവർക്ക് ഈ സംഭവവുമായി എന്താണ് ബന്ധം, എന്താണ് പങ്കാളിത്തം, അതോടൊപ്പം തന്നെ ഇത് കടലാസ് കമ്പനിയാണോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഈ സൈബർ തട്ടിപ്പ് രീതിയിലാണ് ഈ തട്ടിപ്പ് സംഘം പണം കൈകാര്യം ചെയ്തിരുന്നത്. അതായത് ഒരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുന്നു, അവിടെ നിന്ന് മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു രീതിയാണ് കൈവശം വെച്ച് മുന്നോട്ട് പോയിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന മുകേഷ് കുമാറാണ് ഈ അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. മാത്രമല്ല ഈ തട്ടിപ്പ് രീതിയിൽ അല്ലെങ്കിൽ തട്ടിപ്പ് പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംഘം സമ്പാദിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഈ നെക്സസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിലേറെയായെന്ന് വിജിലൻസ് സംഘം മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇതോടനുബന്ധിച്ച് ഇവർ സ്ഥലം ഉൾപ്പെടെ വീടുൾപ്പെടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പലയിടങ്ങളിലും എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആംഗിൾ കൂടി ഈ പ്രതികൾ 3 പേർ, രഞ്ജിത്ത് വാര്യർ, അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രതികൾ വിൽസൺ വർഗീസ് കൂടാതെ മുകേഷ് കുമാർ, ഈ 3 പ്രതികൾക്കെതിരെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഒന്നാം പ്രതിയായിട്ടുള്ള ED അസിസ്റ്റന്റ് ഡയറക്ടർ വ്യക്തിയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ശേഖർ കുമാർ എന്ന വ്യക്തിയാണ് വിവരങ്ങൾ നൽകിയത്.